എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബാംഗ്ലൂരിലെ അതീവ വരൾച്ച. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറയാൻ പോകുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണ്, ഫ്ലഷ് അടിക്കാൻ വെള്ളമില്ല. ഫ്ലഷ് അടിക്കാനെന്ന് മാത്രമല്ല, ക്ലീൻ ആക്കാൻ പോലും വെള്ളമില്ല. ഇനി നിങ്ങൾ അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. പുറത്ത് നിങ്ങൾ നട്ട ചെടികളെല്ലാം വാടിക്കരിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിന് വെള്ളമൊഴിക്കുകയാണ്. അല്ലെങ്കിൽ സൈഡിലായിട്ട് നിങ്ങളുടെ പൊടി പിടിച്ച് കിടക്കുന്ന കാറാകട്ടെ ബൈക്കാകട്ടെ അതൊന്ന് വെള്ളമൊഴിച്ച് കഴുകുകയാണ്. പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ, അതായത് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ അവരുടെ വണ്ടിയിൽ വരികയാണ്. നിങ്ങൾക്ക് 5000 രൂപ ഫൈൻ ഈടാക്കിയാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിന്, നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന കാറിനോ ബൈക്കിനോ വെള്ളമൊഴിച്ച് കഴുകുന്നതിന് എന്തിനു ഫൈൻ? പക്ഷേ ഇതാണിപ്പോൾ ബാംഗ്ലൂരിലെ നിയമം എന്ന് പറയുന്നത്. നിങ്ങളുടെ വാഹനങ്ങൾ കഴുകാനോ ചെടിക്ക് വെള്ളമൊഴിക്കാനോ അനാവശ്യമായിട്ടുള്ള ക്ലീനിങ് നടത്താനോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ, ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ, ഒരുപാട് പാർക്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിനൊക്കെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മക്കളെ ഞങ്ങൾ 5000 രൂപ ഫൈൻ ഈടാക്കും. ഇതാണ് ബാംഗ്ലൂരിൽ അവിടുത്തെ വാട്ടർ അതോറിറ്റി നടപ്പിലാക്കിയിട്ടുള്ള പുതിയ നിയമം. ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ബാംഗ്ലൂരിൻ്റെ എല്ലാ മേഖലകളിലും പ്രശ്നം അതിരൂക്ഷമല്ല. ചില പ്രദേശങ്ങളിൽ കാവേരിയിൽ നിന്ന് വെള്ളം കിട്ടുന്ന കാരണം ആ ഒരു പ്രദേശങ്ങളിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നിലവിൽ വരൾച്ച അതിരൂക്ഷമായിട്ടുള്ളത് 233 താലൂക്കുകളിലാണ്. ബാംഗ്ലൂർ അർബൻ ഡിസ്ട്രിക്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ താലൂക്കുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാനും. ഈ പറഞ്ഞ താലൂക്കുകളിലെല്ലാം അതീവ രൂക്ഷമാണെന്നേ പറഞ്ഞുള്ളൂ. മറ്റ് താലൂക്കുകളിലൊക്കെ അവിടെ സുലഭമായിട്ട് വെള്ളമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെയും പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെയുള്ളതിൻ്റെ അത്ര രൂക്ഷമല്ല എന്ന് മാത്രം അതാദ്യം മനസ്സിൽ വെച്ചുകൊള്ളുക. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുളിക്കാനായിട്ട് വെള്ളമില്ല. ഭൂരിഭാഗം പേരും വെറ്റ് വൈപ്സ്, അതായത് കിടപ്പ് രോഗികളെയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് കലർന്ന ഒരു വൈപ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, അത് ഉപയോഗിച്ചാണ് പലരും കുളിക്കുന്നത്. പാത്രം കഴുകാൻ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാർ തലത്തിലുള്ള നിർദ്ദേശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസ്പോസബിൾ ആയിട്ടുള്ള പേപ്പർ പ്ലേറ്റുകളൊക്കെ ഉപയോഗിക്കുക. അതാകുമ്പോൾ കഴുകണ്ട, ആ വെള്ളം ലാഭിക്കുക അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുക. അതായത് വേസ്റ്റ് വെള്ളം റീസൈക്കിൾ ചെയ്ത് നിങ്ങൾ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതൽ മക്കളെ എന്ന് തന്നെയാണ് പറയുന്നത്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരെ ഇപ്പോൾ ടാങ്കർ ജലത്തിന് കാത്തിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ഈ വരൾച്ച അത്രത്തോളം ബാധിതനാകുമ്പോഴേക്കും എന്തായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ? മാത്രമല്ല, ബാംഗ്ലൂരിനെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂരിഭാഗം പേരും പുറത്തുനിന്നുള്ളവരാണ്. നമുക്കറിയാം 10 ലക്ഷത്തോളം മലയാളികളുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ജോലിയായിട്ട് ചേക്കേറുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്നുള്ളത്. ഇന്ത്യയിലെ സിലിക്കൺ വാലിയാണ് ബാംഗ്ലൂർ. മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, രാജസ്ഥാനിലെ ഉദയ്പൂരിനെ പോലെ തന്നെ സിറ്റി ഓഫ് ലേക്സ് എന്നും കൂടെയുള്ളൊരു പേര് ബാംഗ്ലൂരിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ലേക്കുകളോ തടാകങ്ങളോ ചെറിയ തോടുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. അതൊക്കെ നിരത്തി അവിടെ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ബാംഗ്ലൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഇതിൻ്റെ പരിഹാരം? എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ബാംഗ്ലൂരിലെ ഭൂരിഭാഗം കുഴൽക്കിണറുകളും വറ്റി. കുഴൽക്കിണറുകൾ എത്ര ആഴത്തിലാണ് കുഴിക്കപ്പെടുന്നത് നമുക്കറിയാം. എത്ര കുഴൽക്കിണറാണ് വറ്റിയെന്ന് നോക്കുവാണെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന പ്രകാരം 8000-ന് മുകളിലുള്ള കുഴൽക്കിണർ ഒരേ സമയത്ത് പറ്റിയിരിക്കുകയാണ്. അതും ബാംഗ്ലൂരാണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ ഗ്രാമപ്രദേശത്താണെങ്കിൽ അധികം പേരൊന്നും താമസിക്കുന്നില്ല. വളരെ തിങ്ങി ഞെരുങ്ങി പാർക്കുന്ന ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമല്ല. പക്ഷേ ബാംഗ്ലൂരിൻ്റെ അവസ്ഥ അങ്ങനെയാണോ? പല കണക്കുകൾ പ്രകാരം സ്ഥിരതാമസക്കാരും വരുന്നു പോകുന്നവരും ഉൾപ്പെടെ 1,40,00,000 പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് പല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 10 ലക്ഷത്തോളം മലയാളികൾ വരുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഈ ഒരു കുഴൽക്കിണറിനെയാണ് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി വന്നിരിക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് ഭക്ഷണമില്ലാതെ 2-3 ദിവസമൊക്കെ സുഖമായിട്ട് പിടിച്ചു നിൽക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷേ വെള്ളമില്ലാതെ ഒരു ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടൊരവസ്ഥയായിരിക്കും അല്ലേ. പക്ഷേ വെള്ളം, ശുദ്ധജലം, എന്തെങ്കിലും വെള്ളം പോരല്ലോ, മലിനജലം നമുക്ക് കുടിക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പല മലയാളികളടക്കം പറയുന്നുണ്ട്, അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ബാംഗ്ലൂരിൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഏറ്റവും പീക്കിലെത്തിയിരിക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ഏതാണ് മാസം? മാർച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏപ്രിലും മെയിലും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. നിലവിൽ നമ്മൾ പല മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ കാണാം. ആൾക്കാർ ക്യാനുമായിട്ട് വലിയ ക്യൂവിൽ നിൽക്കുകയാണ് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടിയിട്ട്. അവർക്ക് കുളിക്കണം, അതൊന്നും നിർബന്ധമില്ല. പക്ഷേ വെള്ളം കുടിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമല്ലേ. അതിന് പോലും വെള്ളം തികയുന്നില്ല. ഇനി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്
പ്ലാന്റുകൾ ഇല്ലാത്ത പല അപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. അവരെല്ലാം പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടാങ്കർ വെള്ളത്തെയാണ്. ഈ ടാങ്കർ വെള്ളം 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പോൾ അവിടെ എത്തുന്നത്. കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, എന്തിനേറെ പറയുന്നു ടോയ്ലറ്റിൽ പോയാലൊന്ന് വൃത്തിയാക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥ. എങ്ങനെ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും മാഫിയ എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ മണൽ മാഫിയ, അല്ലെങ്കിൽ പോട്ടെ പ്രളയകാലത്ത് നമ്മൾക്കൊക്കെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ അത് പൂഴ്ത്തി വയ്ക്കുക, അത് മറിച്ച് വിൽക്കുക, അങ്ങനത്തെ പല ഉടായ്പകളും ചെയ്യുന്ന മാഫിയ സംഘങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്, കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം അല്ലേ. പക്ഷേ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഉള്ള എന്തിൻ്റെ മാഫിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ള മാഫിയാണ്. അതായത് പല ടാങ്കറുകളിലാണല്ലോ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ടാങ്കറുകളിലൊക്കെ മറ്റേതോ പ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ട് സപ്ലൈ ചെയ്യുകയാണ്. ആൾക്കാർക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വെള്ളം മേടിക്കേണ്ട അവസ്ഥയാണ്. അതായത് ചെറിയൊരു ക്യാനിന് അവർ വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ് കൊടുത്ത് മേടിച്ചിരുന്ന ക്യാനിന് അവിടെ 10 ഇരട്ടിയൊക്കെ ചാർജ് ചെയ്ത് കരിഞ്ചന്തകളെന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ വെള്ളം മേടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ടാങ്കറിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ടാങ്കർ വെള്ളം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നതിന് അത് 5 കിലോമീറ്റർ പരിധിക്കകത്താണെങ്കിൽ 600 രൂപ മുതൽ 1200 രൂപ വരെയാണ്. ആ വെള്ളത്തിൻ്റെ ലിറ്റർ അനുസരിച്ചാണ് പറയുന്നത്. 800 ലിറ്റർ മുതൽ 12,000 ലിറ്റർ വരെയുള്ള ആ ഗ്യാപ്പിലാണ് ഈ 600 മുതൽ 1200 രൂപ വരെ വരുന്നത്. സർക്കാരാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ പല ടാങ്കറുകാരും ഇതല്ല ഇപ്പോൾ ചെയ്യുന്നത്, 3-4 ഇരട്ടിയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടാങ്കറുകാർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ പണ്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്ന കുഴൽ കിണറിലൊന്നും വെള്ളമില്ല, ഞങ്ങൾ പല പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കുഴൽ കിണറിൽ നിന്നുമാണ് വെള്ളം എടുക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായപ്പോഴേക്കും ആ ഒരു ഓണേഴ്സ് എല്ലാം കൂടുതൽ പൈസയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതെങ്ങനെ മുതലാകാനാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഈ കൂടിയ വിലയ്ക്ക് വെള്ളം മേടിക്കാൻ നിർബന്ധിതരായി വരികയാണ്. ഇനി പൈസ കൊടുത്താലാകട്ടെ, അതായത് ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമുക്കറിയാം പെൻഷനേഴ്സ് പാരഡൈസ് എന്നാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട കോട്ടേജുകളും ബംഗ്ലാവുകളും ഒക്കെയുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള ധനികരായിട്ടുള്ള വ്യക്തികൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ബാംഗ്ലൂർ. അവരെ സംബന്ധിച്ച് എത്ര പൈസ വേണമെങ്കിൽ ചിലവാക്കാൻ തയ്യാറാണ്. പക്ഷേ വെള്ളമില്ല. അവരൊക്കെ വലിയ അപ്പാർട്ട്മെന്റുകളിലൊക്കെ താമസിക്കുന്നവരാണല്ലോ. പക്ഷേ അപ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ടും ഈ ടാങ്കർ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. ഇനി ബാംഗ്ലൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി ഉയരത്തിലാണെന്നറിയാമോ? 3000 അടി ഉയരത്തിലാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ചില്ലായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടാവും, പക്ഷേ വെള്ളത്തിൻ്റെ പ്രതിസന്ധി രൂക്ഷമായിട്ട് മാറുകയും ചെയ്യും. ഈ വേനൽക്കാലത്ത് നമ്മുടെ മൺസൂൺ മഴ പെയ്യാത്തത് കൊണ്ട് എൽനീനോ പ്രതിഭാസത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പല കാലാവസ്ഥാ നിരീക്ഷകരും പറയുന്നത്. എന്തായാലും നമ്മൾ പണക്കാരുടെ കാര്യത്തിലേക്കാണല്ലോ വന്നത്. അവർക്ക് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വെള്ളമേ ഇല്ല. കൂടുതലായിട്ടും പ്രായമുള്ളവരൊക്കെയാണ്. അവർക്ക് ഈ ഫ്ലാറ്റിൽ ലിഫ്റ്റിൽ പോയി ഇറങ്ങിയിട്ട് മറ്റേ തോളി ചുമന്നുകൊണ്ട് വരാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. അവർക്ക് ഫ്ലാറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് അവരെല്ലാം അല്ലേ. അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രതിസന്ധിയിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ദിവസവും ടാങ്കർ വെള്ളം എത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ടാങ്കർ വരുന്നത്. പല സ്ഥലത്തും അതിലും ലേറ്റ് ആയിട്ടാണ് ടാങ്കർ വരുന്നത്. ടാങ്കർ എത്താത്ത പ്രദേശങ്ങളെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇരട്ടി പൈസ തരാം, നിങ്ങൾ ടാങ്കറിൽ വെള്ളം എത്തിക്കൂ എന്നും പറഞ്ഞിട്ട് ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുകയാണ്. മറ്റൊരു മാഫിയ ആരോപണം വന്നിട്ടുള്ളത് സർക്കാരിനെതിരെയാണ്. പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയക്കാരൊക്കെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ബാംഗ്ലൂർ സിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം താമസിക്കുന്നത് ആരാണ്? അവിടുത്തെ തന്നെ കർണാടകൻസ് ആണോ? നമ്മൾ മലയാളീസ് എന്ന് പറഞ്ഞ പോലെ കർണാടകക്കാരാണ് അവിടെ താമസിക്കുന്നത്? അല്ല. ഇപ്പോൾ മലയാളികൾ തന്നെ 10 ലക്ഷം അവിടെയുണ്ട്. മറ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ഈ ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട സിറ്റീസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഈ സർക്കാരിൻ്റെ വോട്ട് ബാങ്ക് ആണോ? വോട്ട് ബാങ്ക് അല്ല. കാരണം അവർ വേറെ സംസ്ഥാനത്താണ്, അവിടെയാണ് അവർക്ക് വോട്ട് ചെയ്യാൻ അധികാരമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആരോപിക്കുന്ന ഒരു കുറ്റം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇങ്ങോട്ട് എത്തിക്കേണ്ട വെള്ളം, അതായത് വെള്ളം വളരെ കുറവാണല്ലോ, അപ്പോൾ ഇങ്ങോട്ടൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങോട്ട് എത്തിക്കേണ്ട വെള്ളം സർക്കാർ വഴിതിരിച്ച് പ്രോപ്പർ കർണാടകൻസ് ഉള്ള, അതായത് അവിടുത്തെ തന്നെ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാരുള്ള പ്രദേശത്തേക്ക് കൂടുതലായിട്ട് വഴിതിരിച്ച് വിടുകയാണ്. അപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം അധികാരമൊക്കെ പോകാൻ വരെ സാധ്യതയുള്ളൂ. സർക്കാരിനെതിരെ വലിയ ജനരോക്ഷം ഉണ്ടാകാൻ ഉള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നമാണ്, അടിസ്ഥാന പ്രശ്നമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ബാക്കി എന്തും ജനങ്ങൾ പോട്ടേന്ന് വയ്ക്കും. പക്ഷേ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും സർക്കാരിനറിയാം. അപ്പോൾ ഇവിടെയുള്ളവർ അഫക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി സർക്കാരിൽ ഉടലെടുക്കുന്നുണ്ടോ എന്നൊരു കാര്യമാണ് പലരും ഉന്നയിക്കുന്നത്. ഇനി സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ എൻ്റെ വീട്ടിൽ പോലും വെള്ളമില്ല, ഞാനിപ്പോൾ ടാങ്കർ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. അത്രയും വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് ബാംഗ്ലൂർ നഗരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷനാണ്, നിങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, നിങ്ങളുടെ വാഹനങ്ങൾ കാറോ ബൈക്കോ ലോറിയോ ബസ്സോ എന്തോ ആവട്ടെ അതൊന്നും കഴുകാൻ പാടില്ല,
നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ റോഡ് പണിക്ക് വേണ്ടിയിട്ടോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. തൽക്കാലത്തേക്കെല്ലാം നിർത്തിവെക്കുക. ഇവിടെ ശുദ്ധജലം എന്ന് പറയുന്ന ഒന്നാണ് സർക്കാർ പറയുന്നത് കേട്ടോ. ശുദ്ധജലം ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താണ്? തിളപ്പിച്ചാറ്റി വെള്ളം എന്നല്ല, നമ്മുടെ പൈപ്പിലൂടെയൊക്കെ വരുന്ന ശുദ്ധജലമായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടികളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മാളുകളും പിന്നെ നമ്മുടെ സിനിമാ തിയേറ്ററുകളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് പരമാവധി കുറച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ ക്ലീനിങ് പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെ വലിയ ഷോപ്പിംഗ് മാളുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നിലം തുടച്ച ക്ലീൻ ചെയ്യുന്ന കാണാനല്ലേ, ആ ഒരു കോമൺ ഏരിയയും അവിടുത്തെ ബാത്റൂമും എല്ലാം ഈ ക്ലീനിങ് ഒക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. കൂടുതലായിട്ടും വാക്വം പമ്പുകൾ ഉപയോഗിക്കുക, വാക്വം ക്ലീനറുകൾ ഉപയോഗിക്കുക. മറ്റേ വെള്ളം തുടച്ചുള്ള പരിപാടിയൊന്നും ഇനി വേണ്ട. ഇനി ഇതൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ബാംഗ്ലൂർ വാട്ടർ അതോറിറ്റി മുമ്പോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ പിഴയായിരിക്കും ഇടാൻ പോകുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിഴത്തുക 500 വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരിട്ടെത്തിയായിരിക്കും കാര്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം സംഭവിച്ചു. ഇപ്പോൾ പ്രളയം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് തുറക്കാറുണ്ടല്ലേ. അടിയന്തരാവസ്ഥയിൽ നമുക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ കിട്ടാനോ വേണ്ടിയിട്ട് ഈ നമ്പറുകൾ ഉപയോഗിക്കാം അല്ലേ. ഈ വെള്ളത്തിൻ്റെ പ്രതിസന്ധി മൂലം അവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 1916 അതല്ലായിരുന്നു നമ്പർ, അത് തന്നെ. അപ്പോൾ ഈ നമ്പർ ഒന്നുകൂടെ പറയുന്നത് 1916. ബാംഗ്ലൂരിലുള്ളവർ വെള്ളം കിട്ടാതെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കാര്യം അറിയിക്കും. എന്തായാലും വെള്ളം കിട്ടാതെ ആരും മരിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അതിന് കുടിക്കാനെങ്കിലും വെള്ളം എത്തിയിരിക്കും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ അവകാശവാദം. അതുപോലെ ഞാൻ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്, നിങ്ങൾ കുളിക്കുമ്പോൾ വെള്ളം ചിലവാക്കുന്നത് വളരെയേറെ. കുളിക്കേണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റുമെങ്കിൽ അതും കൂടെ പറഞ്ഞു, കാരണം അത്രയും രൂക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾ വെറ്റ് വൈപ്സ് ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഭൂരിഭാഗം പേരും വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം ചിലവാകുന്ന മറ്റൊരു പ്രോസസ്സാണ് പാത്രം കഴുകുന്നതല്ലേ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്പോസബിൾ പ്ലേറ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇല ഉപയോഗിക്കാം. അതങ്ങോട്ട് കഴിച്ചിട്ടുകൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. അത് കഴുകാനോ അത്രയും വെള്ളം ആവശ്യം വരില്ല. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, നിങ്ങൾ ടോയ്ലറ്റിൽ നിന്നല്ല, ആ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിൽ, ഫ്ലാറ്റ് ആകട്ടെ വില്ലാസ് ആകട്ടെ, ഇത് സ്ഥാപിക്കുക. അപ്പോൾ വേസ്റ്റ് വാട്ടർ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ ആപ്പാടെ വരുന്നത് ആവശ്യം വരുന്നത് ഇലക്ട്രിസിറ്റിയാണ്. നമ്മളൊരു ശുദ്ധീകരണ പ്ലാന്റ് ഓരോ വീടിനും അല്ലെങ്കിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. പിന്നെ നിങ്ങൾ ടോയ്ലറ്റ് ഫ്ലഷുകളിൽ നമ്മുടെ ടാങ്കിൽ നിന്നാണ് വെള്ളം വന്ന് നിറയുന്നതല്ലേ, അതിൽ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയാനല്ലേ, അതിന് ശുദ്ധജലം വേണമെന്നൊന്നുമില്ലല്ലോ. അതിൻ്റെ അകത്തേക്ക് മലിനജലം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ തുടങ്ങി ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഈ ബാംഗ്ലൂരിനെ ഒരു കാലത്ത് പെൻഷനേഴ്സ് പാരഡൈസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞത്, അതായത് പ്രായമുള്ളവരൊക്കെ വളരെ അവരുടെ ജീവിതം, റിട്ടയർമെൻറ്റ് ജീവിതം വളരെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് ചേക്കേറുമായിരുന്നു. ഒരുപാട് പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട കോട്ടേജുകളും വില്ലകളും ഉണ്ടായിരുന്നു. 3000 അടിയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ അധികം ചൂടൊന്നുമില്ലാത്ത ഒരു തണുത്ത ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് അല്ലേ. അവിടെയുള്ള 80 വയസ്സുള്ള ആൾക്കാരൊക്കെ, കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തികൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ബാംഗ്ലൂരിൽ ഒരുപാട് തടാകങ്ങളും തോടുകളും ഉണ്ടായിരുന്നു. തോടുകൾ എന്ന് പറയുമ്പോൾ ചെറിയ നാരോ അല്ല, വലിയ തോടുകളില്ലേ, ഇപ്പോൾ ആലപ്പുഴയിലുള്ള തോടുകളൊക്കെ പോലെ അതുപോലെ ചെറിയ കനാലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതൊക്കെ ഇടിച്ചു നിരപ്പാക്കി അവിടെയെല്ലാം കെട്ടിടങ്ങൾ പൊങ്ങി, വലിയ വലിയ IT കമ്പനീസ് വന്നു. ശരിയാണ്, ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ IT ഹബ്ബാണ്, ഇന്ത്യയുടെ സിലിക്കൺ വാലിയാണ്. പക്ഷേ ഈ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ കാര്യത്തിൽ ബാംഗ്ലൂർ വളരെയേറെ പിന്നോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ 1990 മുതലുള്ള മുഖം, അതിന് പഴയ കാലത്തേക്കൊന്നും പോകണ്ട, ജസ്റ്റ് 1990 പോലും ഇത്രയും ജനസംഖ്യ ഈ ഒരു നഗരത്തിലുണ്ടായിരുന്നോ? പോട്ടെ, 2000-കളിലെങ്കിലും 2000-ൻ്റെ തുടക്കത്തിൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഈ 2020-കളിലേക്ക് എത്തിയപ്പോഴേക്കും ജനസംഖ്യ എന്ന് പറയുന്നത് 1,40,00,000 വരെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? മാത്രമല്ല അവിടുത്തെ തടാകങ്ങളും തോടുകളും ജലാശയങ്ങളും എല്ലാം ഇടിച്ചു നികത്തി അവിടെ ഫ്ലാറ്റുകൾ വെച്ചു. അതോടൊപ്പം കാവേരി നദിയിലെ വെള്ളം ഏറ്റവും കുറവിലേക്കാണ് പോയിരിക്കുന്നത്. കാവേരി നദിയാകട്ടെ ബാംഗ്ലൂരിൻ്റെ പോയിന്റിൽ നിന്നും ഒരു നടുക്കത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ കാവേരിയിൽ നിന്ന് വെള്ളം എത്തിക്കാനൊക്കെ വലിയ പാടാണ്. ആ ഒരു പ്രദേശങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർക്ക് പിന്നെ വെള്ളം കിട്ടുന്നുണ്ട്. നമ്മൾ പുരാതന സംസ്കാരം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പേര് കേട്ട സിറ്റീസോ പ്രദേശങ്ങളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കിലോമീറ്ററിൻ്റെ അകത്ത് കടലുകളുണ്ടാവും, വലിയ പുഴകളുണ്ടാകും, നദികൾ, ജലാശയങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂഗർഭ വെള്ളം അവിടെ കാണും. പക്ഷേ ഇതൊന്നും ബാംഗ്ലൂരിനില്ല. ബാംഗ്ലൂരിൽ കാവേരി ഉള്ളത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. ഒരുപാട് തടാകങ്ങളും നദികളെന്ന് വിളിക്കാൻ പറ്റില്ല, ചെറിയ തോടുകളുമൊക്കെ ഉണ്ടായിരുന്നതാകട്ടെ മൊത്തം ഇടിച്ചു നികത്തി. വെള്ളത്തിന് പോകാൻ മാർഗമില്ല.
അതായത് വേനൽക്കാലം വരുമ്പോഴേക്കും അതീവ വരൾച്ചയിലേക്കും ഇനി മഴക്കാലം വന്നാലാകട്ടെ വലിയ വെള്ളപ്പൊക്കത്തിലേക്കും പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ബാംഗ്ലൂരിലുള്ളത്. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? നിലവിൽ ബാംഗ്ലൂർ ജനത ഭൂരിഭാഗവും നല്ല സിംഹഭാഗവും, അതായത് ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കുഴൽ കിണറുകളെയാണ്. ഈ കുഴൽ കിണറുകൾ കുഴിക്കാനുള്ള പാടെന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ നഗരം കടൽ നിരപ്പിൽ നിന്നും 3000 അടി മുകളിലാണ്. ഇപ്പോൾ കൊച്ചിയൊക്കെ എടുക്കുവാണെങ്കിൽ ആകപ്പാട് ഏതാണ്ട് 30-50 അടി അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ബാംഗ്ലൂർ നിൽക്കുന്നത് 3000 അടിയിലാണ്. നമ്മൾ കയറ്റം കയറുന്ന ഫീലും തോന്നുന്നില്ല, കാരണം വളരെ പതുക്കെ ഇങ്ങനെ അത്ര സ്റ്റീപ്പായിട്ടുള്ളൊന്നുമല്ല, നൈസായിട്ട് കയറി പോകുന്നതുകൊണ്ടാണ് നമ്മൾ വലിയൊരു മുകളിലേക്ക്, ഒരു കുന്നിന് മുകളിലേക്കാണ് പോകുന്നതെന്ന് തോന്നാത്തത്. പക്ഷേ ഇതാണ് ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഉയരം എന്നുള്ളത്, എലിവേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുഴൽക്കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. അത്രത്തോളം ആഴത്തിൽ ഡീപ്പായിട്ട് കുഴിക്കേണ്ടിയിരിക്കുന്നു. അത്ര ആഴത്തിൽ കുഴിച്ചിട്ടും അങ്ങനെയുള്ള 8000 മുതൽ 10000-ഓളം വരുന്ന കുഴൽ കിണറുകളാണ് ഒരൊറ്റ സമയത്ത് പറ്റിയിരിക്കുന്നത്. ഓക്കെ, 1-2 ഒക്കെ പല സ്ഥലങ്ങളിൽ പറ്റിയെന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ ഭൂഗർഭ വെള്ളമല്ല, അത് എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. ആ ഒരു പ്രദേശത്ത് മാത്രം ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലോ. അതെല്ലാം ഒരുമിച്ച് പറ്റി ആകെപ്പാടെ പെട്ടൊരവസ്ഥ. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഇന്ന് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണമായിട്ട് അവിടെയുള്ള പ്രായമുള്ളവരൊക്കെ കാണിക്കുന്നത് സസ്റ്റൈനബിൾ അല്ലാത്ത, എക്കോ ഫ്രണ്ട്ലി അല്ലാത്ത, പാരിസ്ഥിതിക സുസ്ഥിരമല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വികസനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതെല്ലാം ബാംഗ്ലൂർ നഗരത്തിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കോർപ്പറേറ്റുകളും ബാംഗ്ലൂർ നഗരത്തിലേക്കാണ് വരുന്നത്. ബാംഗ്ലൂരിൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സിറ്റിയാണ്, അടിപൊളി, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നഗരം തന്നെയാണ്. അടിച്ചു പൊളിക്കാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും ജോലി നേടാനാണെങ്കിലും ഒക്കെ. പക്ഷേ സസ്റ്റൈനബിലിറ്റി വേണ്ടേ? അത് സസ്റ്റൈനബിലിറ്റി മാത്രമല്ല, സസ്റ്റൈനബിലിറ്റി നിലനിന്ന് പോകണം എക്കാലത്തും. അത് അങ്ങനെ തന്നെ ബാലൻസ് ചെയ്യണം. ജനസംഖ്യയും അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, വെള്ളമാകട്ടെ, ഇലക്ട്രിസിറ്റി ആകട്ടെ, ഭക്ഷണമാകട്ടെ, ഇത് രണ്ടും തമ്മിൽ ബാലൻസ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു നഗരത്തെ സംബന്ധിച്ചും ജനസംഖ്യ ക്രമാതീതമായിട്ട് ആ ഒരു പ്രദേശത്തേക്ക് വന്ന് തിങ്ങിക്കൂടുക. ഇങ്ങനെ നമ്മളൊരു ലഡുവിൻ്റെ കഷ്ണം നിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് പൊതിയുമല്ലേ. അപ്പോൾ ഒരു നഗരത്തിലേക്ക് അങ്ങനെ ആളുകൾ വന്ന് ചേരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യമാണ് പല എക്സ്പേർട്ടുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിന് എക്സ്പേർട്ട് അഡ്വൈസ് ഒന്നും വേണ്ട, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ലോകത്ത് ക്രമാതീതമായിട്ട് ജനസംഖ്യ കൂടിയിട്ടുള്ള എല്ലാ നഗരങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരു വരൾച്ച വരുമ്പോഴായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഭക്ഷ്യവിഷബാധ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ക്ഷാമം, അല്ലെങ്കിൽ കാലാവസ്ഥയിലെ വ്യതിയാനം കൊണ്ട് കൃഷികളൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മാങ്ങ പൂക്കുന്ന സീസണാണ്, മാങ്ങ ഉണ്ടാകേണ്ട സീസണാണ്. പക്ഷേ കേരളത്തിലെ വീടുകൾ നോക്കും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മാവ് കാര്യമായിട്ട് പൂത്തിട്ട് പോലും ഉണ്ടാകത്തില്ല. ഇവിടുത്തെ എൻ്റെ വീടിൻ്റെ ഈ നാട്ടിലേക്ക് അവസ്ഥ ഇതാണ്, മാവൊന്നും പൂത്തിട്ടില്ല. കാലാവസ്ഥയിലുള്ള മാറ്റം എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വന്നൊരു കാർഷിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ നഗരത്തിലുള്ളവർ പെട്ടുപോകും. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ, അതായത് നൂൽപ്പാലത്തെ കൂടെ പോകാമെന്ന് പറയത്തില്ലേ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെപ്പാടെ അവിടുത്തെ ഒരു ബാലൻസ് തെറ്റുന്ന അവസ്ഥയിലേക്കാണ് പല നഗരങ്ങളും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളം ഒഴിച്ചുള്ള പല സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവണതയുണ്ട്. അതായത് അവരുടെ സംസ്ഥാനത്തെ ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നഗരം എടുത്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഈ IT ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി വലിയ കമ്പനീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാം അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും ഇവർ. അപ്പോൾ ബാക്കിയുള്ള, അതായത് നമ്മൾ വലിയൊരു സംസ്ഥാനം കിടക്കുകയാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രം ആണ് ഈ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡും, അതായത് അത്രത്തോളം ജനസംഖ്യയും അവിടെ ഒരുപാട് കമ്പനീസും വരുന്നു. അവിടുത്തെ മാത്രം നദികളും പുഴകളും വറ്റുന്നു, ആൾക്കാർക്ക് അവിടെ മാത്രം വെള്ളമില്ലാതാകുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എന്താ, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ഇപ്പോൾ കർണാടകയെ നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല പ്രദേശങ്ങളിൽ, ഒരുപാട് മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളില്ലേ, നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പല സ്ഥലങ്ങളും വെറുതെ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഒന്നും ചെയ്യാതെ. അങ്ങോട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിക്കൂടെ? ഇപ്പോൾ തമിഴ്നാട് നോക്കുവാണെങ്കിൽ എന്തുണ്ടെങ്കിലും ചെന്നൈ എന്നാണ്, ചെന്നൈ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളെല്ലാം ഒരുപോലെ, അത്യാവശ്യം ഒരുപോലെയാണ്. കൊച്ചി ടോപ്പാണ്, കൊച്ചി നമുക്കറിയാം മെട്രോപൊളിറ്റൻ സിറ്റി പോലെയാണ്. പക്ഷേ ബാക്കി എല്ലായിടത്തും എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. കേരളം എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെയാണ് ആ ഒരു യശസ് ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ കമ്പനീസും പല മേഖലകളിലേക്ക് വരുന്നു. ഇപ്പോൾ എല്ലാം തിരുവനന്തപുരമൊക്കെ വളരെ അടിപൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി മാറി, അതുപോലെ കോഴിക്കോട് മാറി, മലപ്പുറം മാറി, എല്ലാം. ഈവൻ വയനാട് പോലും, പണ്ട് നമ്മൾ വയനാടെന്ന് പറയുമ്പോഴേക്കും ഒരു മലയോര മേഖല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാലും വയനാട് പോലും ഇന്ന് വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽസും അവിടെ ഷോപ്പിംഗ് മാളുകളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോയില്ലെങ്കിൽ പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ബാംഗ്ലൂരിലെ പ്രശ്നം എന്നുള്ളത് ഒരു പ്രാദേശിക പ്രശ്നമായിട്ട്, അതായത് ആ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമായിട്ട് ആരും തന്നെ കാണരുത്. വരും ഭാവിയിൽ നമുക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. പെട്ടെന്ന് എന്തെങ്കിലും പ്രതിഭാസം മൂലം നമ്മളുടെ ഭൂമിക്കടിയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കുഴൽക്കിണറിൽ നിന്ന് വെള്ളം വരുന്നില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താവും? ഓക്കെ, നമ്മളൊക്കെ ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരല്ലോ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടെത്തിക്കാം. പക്ഷേ കൊച്ചി പോലുള്ളൊരു നഗരത്തിന് എന്തെങ്കിലും ഒരു പ്രതിഭാസം കൊണ്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രതിഭാസം സംഭവിച്ചിട്ട്, അല്ലാതെ പെട്ടെന്ന് അങ്ങനെയൊന്നും വരില്ല. ഓക്കെ, ഞാനൊരു ഗസ് മാത്രം, അല്ലെങ്കിൽ ഒരു നമ്മൾ ചിന്തിക്കുക, നമ്മൾ കരുതിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊന്നാണ്.
അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ് വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കേരളത്തിൽ ഉള്ളൊരു സ്ഥലമാണ്, പല ആൾക്കാരും വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ എന്ത് ചെയ്യും? വികസനങ്ങൾ നമുക്ക് ആവശ്യമെന്ന് മാത്രമല്ല വളരെ അനിവാര്യം കൂടിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ. നമുക്ക് ഹൈ സ്പീഡായിട്ടുള്ള റെയിൽവേസ് വേണം, നല്ല സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന എക്സ്പ്രസ് ഹൈവേസ് വേണം, എല്ലാ കാര്യങ്ങളും നല്ല സമുച്ചയങ്ങൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും എല്ലാം വേണം. പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ടത് പാരിസ്ഥിതിക സുസ്ഥിരമായിട്ടായിരിക്കണം. പണ്ടൊരു ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ അന്തരിച്ചു പോയിട്ടുള്ള ശ്രീ മണിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇടുക്കിയിൽ ഇങ്ങനെയാണ് നിയമങ്ങൾ നിലനിൽക്കുന്നത്, അവിടെ ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വന്നിട്ട് വെറുതെ അങ്ങോട്ട് തോന്നിയ പോലെ റിസോർട്ടുകൾ കെട്ടാനൊന്നും പറ്റത്തില്ല, പരിസ്ഥിതി ലോല പ്രദേശമാണ്. പക്ഷേ ഇന്ന് അവിടുത്തെ റിസോർട്ടുകളുടെ കണക്കുകളും ആ ഒരു മാധ്യമപ്രവർത്തകൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന് ആരനുമതി കൊടുത്തു? ഇത് തീർത്തും നിയമവിരുദ്ധമാണ്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും നോക്കിയാൽ മനസ്സിലാവും ഇത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ ആരനുവദിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരുത്തിപ്പൊരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഏത് ചാനലിലാണെന്നോ ഏത് മാധ്യമപ്രവർത്തകനാണെന്നോ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി വന്നൊരു കാര്യമാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോ പ്രദേശങ്ങൾക്കും ഓരോ പ്രാകൃതമാണുള്ളത്, ഓരോ സ്വഭാവമാണുള്ളത്. നമ്മുടെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളാണ്, കെട്ടിടങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രശ്നങ്ങളുണ്ടാകില്ല. പക്ഷേ ഇടുക്കി പോലുള്ള മലയോര മേഖലകളിൽ പോയിട്ട് അനധികൃതമായിട്ട് ഇതുപോലുള്ള കെട്ടിടങ്ങൾ പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവിടുത്തെ? അത് മണ്ണ് ഫ്രജൈലായിട്ടുള്ള മണ്ണൊക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അവിടെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. ഇങ്ങനത്തെ നിയമങ്ങളുടെ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവിടെ കെട്ടുകണക്കിന് റിസോർട്ടുകളൊക്കെ വ്യാപകമായിട്ട് അനധികൃതമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ നിയമപരമായിട്ട് കെട്ടിക്കോ, അതല്ലൊരു പ്രശ്നം, നമ്മൾ പോണതാണ്. അനധികൃതമായിട്ട് എങ്ങനെ അവർക്ക് കെട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം, ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ഈ തടാകത്തിൽ നിന്ന് ഇത്രയും മാറിയ ഫ്ലാറ്റ് കെട്ടാവുള്ളൂ എന്നൊരു നിയമമൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയാണ് കൊച്ചിയിലെ ഫ്ലാറ്റുകൾ, മരടിലെ ഫ്ലാറ്റുകളൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും നോക്കുമ്പോഴേക്കും തടാകത്തിനടുത്ത് പല ഫ്ലാറ്റുകൾ നിലനിൽക്കുന്നില്ലേ, പല ഫ്ലാറ്റുകൾ ഇപ്പോഴും കെട്ടിപ്പോക്കുന്നില്ലേ പല കൺസ്ട്രക്ഷൻ കമ്പനീസും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ഒരു ബാംഗ്ലൂരിലെ സംഭവം നമ്മൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയിട്ടാണ്, ഒരു വരാൻ പോകുന്ന ദുരന്തം. അത് പക്ഷേ ഈ തലമുറ അനുഭവിക്കത്തില്ല. ഇന്നൊരു 1 വയസ്സുള്ള കുട്ടി ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അവൻ്റെ കാലഘട്ടത്തിലൊന്നും പ്രശ്നം വരില്ല. പക്ഷേ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് അടുത്ത തലമുറ, അതായത് അവൻ്റെ മക്കൾക്കായിരിക്കാം. അപ്പോൾ നമ്മളൊന്നും കാണില്ല, പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് നല്ലതുപോലെ ഇവിടെ ജീവിക്കണ്ടേ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പണ്ടൊരു ഗായിക പാടിയില്ലേ? സത്യമായിട്ടുള്ള ചോദ്യമാണ്. മലിനമായ ജലാശയവും മലിനമായ ഭൂമിയും ഒക്കെയാണ് നമുക്ക് ചുറ്റും. വികസനങ്ങൾ ആവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ അത് പരിസ്ഥിതി സുസ്ഥിരമായിരിക്കണം എന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ബാംഗ്ലൂർ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ജനസംഖ്യ, നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ വികസനങ്ങൾ ഒരുപോലെ ആയിരിക്കണം, എല്ലായിടത്തും ഒരുപോലെ ആൾക്കാരെത്തണം. അല്ലാതെ ഒരു പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ, അതായത് ഈ തേനെ അല്ലെങ്കിൽ പഞ്ചാരയെ ഉറുമ്പ് എന്ന് പൊതിയുന്ന പോലെ ആൾക്കാർ ഫുൾ അങ്ങോട്ട് വരും. വരുന്നത് തെറ്റില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും വെള്ളവും വേണ്ടേ? വെള്ളത്തിന് എന്തെങ്കിലും ഒരു ക്ഷാമം വന്നു കഴിഞ്ഞാൽ ആകപ്പാടപ്പെടും. ഭക്ഷണത്തിന് എന്തെങ്കിലും ക്ഷാമം വന്നു കഴിഞ്ഞാലും അതിലും വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാകും, എല്ലാം താളം തെറ്റും. ഇതാണ് ബാംഗ്ലൂരിലെ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. സ്പെഷ്യൽ മടപള്ളി സൈനിങ് ഔട്ട്.